നിന്റെ കൂട്ടുകാരൻ വസീം എൻ്റെ ബിസിനസ്സിലൊരു കരടായി വന്നപ്പോഴാ അവൻ്റെ ഇക്ക എൻ്റെ പാർട്ണർ താരിക്ക് തന്നെ പറഞ്ഞത് അവനെ തീർക്കാൻ. നാളെ കാലം ಏನು சொன்ன வெள்ளனோட புத்தி போடுறேன்னு சொல்லு. നിങ്ങൾ ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ആണെന്ന് എനിക്കറിയാം. என் சரக்கு என் கையில் கிடச்சுன்னா உங்கள் கவர்மெண்ட்ல நான் வரத்தேன். ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒന്നുമില്ല. അല്ല മാർക്കോ വേണ്ട, അവൻ അടക്കം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. മാർക്കോ അറിഞ്ഞെന്ന് തോന്നുന്നേ. എൻ്റെ വ്യക്തം ഇല്ലാതാക്കി അവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ജോർജിനെ പോലെയല്ല മാർക്കോ. He can and will go to any extent. നാളെ എത്ര കിലോയാണ് 3 ബോട്ടിലും കൂടി കേരളത്തിലെത്തുന്നത്? ഡോണ്ട് ഫോളോ യുവർ ബ്രദേഴ്സ് ഫുട് സ്റ്റെപ്സ്. സൈറസ്, അവൻ്റെ പേര് മാർക്കോ. അവൻ ആരൊക്കെയുണ്ട്? ചേട്ടൻ ജോർജ്, ഭാര്യ, മക്കള്, അവൻ്റെ പെങ്ങളും അവളുടെ ഭർത്താവും. വിക്ടറിൻ്റെ പെണ്ണിൻ്റെ വയറ്റിൽ വളരുന്ന ഒരു കൊച്ച്, വിക്ടറിൻ്റെ കൊച്ച്. മാർക്കോ, എനിക്ക് ആ കുഞ്ഞിനെ കാണണമല്ലോ. ഇക്കാര്യത്തിൽ എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് എങ്ങോട്ട് പോയാലും അപകടം. ആ ചെറുക്കന്മാർ എവിടെ എത്തും? Killing you is very easy, Marco. But you were an enemy. ഹലോ, പിള്ളേരെ വിളി. അതിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വന്ന് ഞാൻ പിടിച്ചാൽ മതി. നിന്നെ തുണ്ടം തുണ്ടമായി അരിഞ്ഞിട്ട് കുളിപ്പിക്കാനാ സൈറസ് പറയുന്നത്. ആളുകളെ എൻ്റെ അടുത്ത് എങ്ങനെ താളിക്കാൻ വന്ന പ്രാന്തം കുരച്ചനാണ് പെട്ടിക്കിരി പട്ടിക്ക് കൊടുക്കുന്നത്. സാധാരണ പഞ്ഞിക്കുരല്ല. മൂത്തായി വിടവുണ്ട്. ആരംഭിക്കില്ല.